നമസ്കാരം. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നെഹ്റുവിനെ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് ബി. ഏറ്റവും പുതുതായി അവർ നെഹ്റുവിന് എതിരായി കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പുതിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുതിർന്ന ബി നേതാവ് രാജ്നാഥ് സിംഗ് ആണ്. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സമയവും സന്ദർഭവും സാഹചര്യവും എല്ലാം ആകട്ടെ കീറുകൃത്യവുമായിരുന്നു. ഇനി നെഹ്റുവിനെ പറ്റിയുള്ള സിംഗിന്റെ വിമർശനം എന്താണ് നമുക്ക് നോക്കാം. ബാബറി മസ്ജിദ് പണിയാൻ വേണ്ടി നെഹ്റു പൊതു ഫണ്ട് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു എന്നതാണ് വിമർശനം. അതോടൊപ്പം മറ്റൊന്നുകൂടി സിംഗ് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ഇടപെട്ടാണ് നെഹ്റുവിന്റെ ആ നീക്കത്തെ തടഞ്ഞതെന്നാണ് സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്താവന വന്നത് ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷികത്തോടെ അടുപ്പിച്ചായിരുന്നു. മാത്രമല്ല, അടുത്തിടെയാണ് രാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹണം നടത്തിയതും. ഇതിൽ നിന്നെല്ലാം ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാവും. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്ന അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ബി എക്കാലവും ശ്രമിച്ചിട്ടുള്ളതും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ബാബറി മസ്ജിദിന് വേണ്ടി നെഹ്റു നിലകൊണ്ടു എന്ന് പറയുമ്പോൾ അതിൽ നിരവധി ദുസ്സൂചനകളാണ് ജനമനസ്സുകളിലേക്ക് അവർ ഇട്ടുകൊടുക്കുന്നത്. തങ്ങൾ രാമക്ഷേത്രം പണിതു, നെഹ്റു മസ്ജിദ് പണിയാനാണ് താല്പര്യം കാട്ടിയത് എന്ന ഒരു ഒളിയമ്പും അതിൽ ഉന്നം വെച്ചിട്ടുണ്ട്. മതവികാരം ആളിക്കത്തിച്ചാൽ അധികാരം എന്നത് ലഭ്യത എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണ് എന്ന കാര്യം മറ്റാരെക്കാളും മനസ്സിലാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തവരാണ് ബി. അവസരത്തിനൊത്ത് അവർ ഇത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നെഹ്റുവിന് വേണ്ടി കാലങ്ങളായി ബി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. മൺമറഞ്ഞുപോയ ഒരു നേതാവിനും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത ആക്ഷേപങ്ങളുടെ നിരവധി നറേഷനുകളാണ് നെഹ്റുവിനായി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. സീസൺ അനുസരിച്ച് അത് ഓരോന്നിങ്ങോട്ട് എടുക്കും, പ്രചരിപ്പിക്കും എന്ന് മാത്രം. ജവഹർലാൽ നെഹ്റുവിനെ കടന്നാക്രമിക്കുക എന്നത് ബി നേതാക്കന്മാരുടെ ഒരു പൊതുരീതിയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി മുൻനിര നേതാക്കന്മാരെല്ലാം കൃത്യമായ സമയത്തെ കൃത്യമായ ഇടവേളകൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. ഇന്ദിരാഗാന്ധിയെ കാര്യമായി കടന്നാക്രമിക്കാൻ മുതിരാതെ നെഹ്റുവിനെയാണ് സംഘപരിവാർ എന്നും ലക്ഷ്യം വെക്കുന്നതും. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ഇത്ര ആർജവത്തോടെ ബി നേതാക്കന്മാർ നിരന്തരമായി അപഹസിക്കണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണവും ലക്ഷ്യവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തെ അവർ ഭയക്കുന്നു എന്നതും ഒരു കാരണമായി ഇതിന് പിന്നിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. മനുഷ്യരുടെ വൈകാരിക ഭാവങ്ങളെ അസലായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു അതിശക്തമായ മുന്നറിയിപ്പും ഒപ്പം ഭീതിയുമാണ് ജനങ്ങളിലേക്ക് അവർ ഇട്ടുകൊടുക്കാനായി ശ്രമിക്കുന്നത്. നെഹ്റുവിനെ പറ്റി രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു മോശം ഇമേജ് തീർക്കുക എന്നത് ഇതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. പലതവണ ആവർത്തിച്ച് ഒരു കാര്യം പറയുമ്പോൾ അത് കള്ളമാണെങ്കിൽ പോലും ആരിലും കുറച്ചെങ്കിലും ഒരു സംശയം ഉണ്ടാക്കാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. ചില മനുഷ്യർക്ക് ഒരു രീതിയുണ്ട്. ഒരാളെ ഇകഴ്ത്തണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ പുകഴ്ത്തുന്ന ആളിനോട് അത് പ്രത്യേകിച്ച് ഇഷ്ടമോ മമതയോ ഒന്നും അവർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പോലുമില്ല. ഇവിടെയും പിന്തുടരുന്നത് ഇതേ മാതൃകയെ തന്നെയാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ മുൻനിർത്തി നെഹ്റുവിനെ എഴുത്തുക എന്നതാണ് ബി ലക്ഷ്യം വയ്ക്കുന്നത്. കാശ്മീർ വിഷയം, ചൈനയുമായി ഉണ്ടായ 1962 യുദ്ധം തുടങ്ങിയവയിൽ നെഹ്റുവിന്റെ തീരുമാനങ്ങൾ വലിയ തോതിൽ ബി വിമർശിക്കുന്നത് സ്ഥിരം ഒരു കാഴ്ചയാണ്. നെഹ്റു എന്നത് എത്ര മായ്ച്ചാലും ഇന്ത്യക്കാർക്ക് മറക്കാനാവാത്ത ഒരു നേതാവ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഈ നെഹ്റുവിനെ വ്യക്തിഹത്യ ചെയ്യുക, സ്വഭാവഹത്യ ചെയ്യുക, തീരുമാനങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് ബി തന്നെയാണ്. ഹിന്ദു വിരോധിയായും നെഹ്റു ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. സ്ഥലങ്ങളുടെ, വിമാനത്താവളങ്ങളുടെ ഒക്കെ പേര് മാറ്റി ഓർമ്മകളെ, ചരിത്രത്തെ ഒക്കെ മായ്ക്കുന്നത് പോലെയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ പേരിനെ ഓർമ്മകളെ മലിനപ്പെടുത്താനായി ശ്രമിക്കുന്നതും. 2021 സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോകൾ അടങ്ങിയ ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആസാദി കാ അമൃത എന്ന പേരിട്ട ഒരു പോസ്റ്റർ ആയിരുന്നു അത്. അതിൽ നെഹ്റു ഉണ്ടായിരുന്നില്ല, ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും പട്ടേലും അംബേദ്കറും ഭഗത് സിംഗും ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. സവർക്കറിനെ അവർ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ മൗലാന അബ്ദുൽ കലാം ആസാദും നെഹ്റുവും അത് ഉൾപ്പെട്ടതുമില്ല. 2022 കർണാടകയിലും ഗോവയിലും ബി സർക്കാർ ഇത്തരത്തിൽ നെഹ്റുവിനെ ഒഴിവാക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നെഹ്റു സ്വന്തം സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ ആലിംഗനം ചെയ്യുന്നതും അനന്തരവളെ ചുംബിക്കുന്നതുമായ ചിത്രങ്ങൾ അവർക്കിടയിലെ സ്നേഹവും വാത്സല്യവും എല്ലാം അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ പോലും അതൊന്നും കാണാതെയാണ് മോശം രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ബി IT സെല്ലായിരുന്നു ഇതിന് പിന്നിൽ.
പ്രവർത്തിച്ചതും നെഹ്റുവിന് എതിരായി വലിയ തോതിൽ പ്രചരിപ്പിച്ച മറ്റു ചില ഫോട്ടോകളെ പറ്റി ഈ അവസരത്തിൽ വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. US പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ ഭാര്യ ജാക്ലിൻ കെന്നഡിയുടെ നെറ്റിത്തടത്തിൽ നെഹ്റു തിലകം ചാർത്തുന്ന ഒരു ഫോട്ടോ, അത് 1962 അവരുടെ ഇന്ത്യ സന്ദർശന വേളയിൽ എടുത്തതാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ എഡ്വിന മൗണ്ട് ബാറ്റന്റെയും മകൾ പമേല പണ്ഡിറ്റ് നെഹ്റുവിനോട് യാത്ര പറയുന്ന ഒരു ചിത്രമുണ്ട്. അന്ന് പമേലയ്ക്ക് 18 വയസ്സാണ് പ്രായം. 18 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം ഡൽഹിയിൽ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന ഒരു ചിത്രം, അതായത് പണ്ഡിറ്റ് നെഹ്റുവിനോട്, അതുപോലും നെഹ്റുവിനെതിരായി പ്രചരിക്കപ്പെട്ടു. നെഹ്റു ഒരു സ്ത്രീ വിഷയത്തിൽ വളരെ താല്പര്യമുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം നെഗറ്റീവായി പ്രചരിപ്പിച്ചിട്ടുള്ളതും. എഡ്വിനയോട് നെഹ്റു ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ആ ചിത്രത്തിൽ അദ്ദേഹം പുകവലിക്കുന്നതായും കാണാനാവും. മറ്റൊരു ഫോട്ടോ കുടുംബ സുഹൃത്തായിരുന്ന മൃണാളിനി സാരാഭായിയെ അവർ കഥകളി അവതരിപ്പിച്ചതിന് ശേഷം ആലിംഗനം ചെയ്യുന്നത് അഭിനന്ദിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. സയന്റിസ്റ്റ് വിക്രം സാരാഭായിയും നർത്തകിയും മൃണാളിനി സാരാഭായിയും ഒക്കെ നെഹ്റുവുമായി വളരെ അടുപ്പമുള്ളവരുമായിരുന്നു. ഇവരെല്ലാം കുടുംബ സുഹൃത്തുക്കളുമാണ്. മൃണാളിനിയുടെ അമ്മ അമ്മു സ്വാമിനാഥൻ അവരൊരു പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 70 വർഷങ്ങൾക്ക് മുൻപ് എടുത്ത ഒരു ഫോട്ടോ പോലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നെഹ്റുവിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതും BJPയുടെ IT സെൽ എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം അദ്ദേഹത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. പൊതുവേദികളിൽ നടന്ന കൂടിക്കാഴ്ചകളാണ് ഇതെല്ലാം എന്ന ചിത്രം വ്യക്തമായി നോക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. വളരെ അടുപ്പമുള്ള വ്യക്തികൾ, അവർക്കിടയിലെ അടുപ്പം, വാത്സല്യം ഇവയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ പോലും മോശം രീതിയിൽ കണ്ട് പ്രചരിപ്പിക്കുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു കാര്യമൊന്നുമല്ല. നെഹ്റുവിനെ ഇത്തരത്തിലെല്ലാം കൃത്യമായ ഇടവേളകളിൽ കടന്നാക്രമിക്കുന്ന BJPയുടെ രീതികളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. അവർ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നെഹ്റുവിന്റെ സംഭാവനകളെ വിശകലനം ചെയ്യാനും വിമർശിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. ഇന്ത്യയിൽ എല്ലാവർക്കും അക്കാര്യം ചെയ്യാവുന്നതുമാണ്. പക്ഷെ അദ്ദേഹം എഴുതിയതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ആരാണോ ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം അദ്ദേഹത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, നമ്മുടെ രാഷ്ട്രം സ്ഥാപിതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അടിത്തറകളെ നശിപ്പിക്കുക എന്നതുമാണ് എന്നും സോണിയ പറയുന്നുണ്ട്. മരിച്ചുപോയ ഒരു നേതാവ് അദ്ദേഹത്തിന് ഇങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തി അകാരണമായി സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം ആക്ഷേപിക്കുക എന്ന ഈ ഒരു പതിവ് ചടങ്ങ് ഇനി ആവർത്തിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയമൊന്നും വേണ്ട. നെഹ്റു രാജ്യ താല്പര്യത്തെ കരുതുന്നില്ല, ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനായി ശ്രമിച്ചു തുടങ്ങിയ സ്വഭാവഗതി വരെ നടത്തുന്നത് ജനങ്ങളുടെ മനസ്സിൽ നെഹ്റുവിനെ പറ്റിയുള്ള ഓർമ്മകളെ വികലമാക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നതിലും ഒരു സംശയമില്ല. ഇതേപ്പറ്റി രാജ്യസഭയിൽ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നെഹ്റുവിനെ പഴിക്കുന്നത് നിങ്ങൾ നിർത്തും, എന്നിട്ട് ജനങ്ങൾക്കായി പ്രവർത്തിക്കൂ എന്ന്. ഇത് പറഞ്ഞത് ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ചർച്ചയിൽ വെച്ചായിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചരിത്രത്തെയും വ്യക്തികളെയും ഒക്കെ ആരെങ്കിലും ഒക്കെ പൊളിച്ചെഴുതുന്നുണ്ടെങ്കിൽ, അത് ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി അവർക്ക് ഭയവും ആശങ്കയും ഉണ്ട് എന്നതാണ് വാസ്തവം. ഭയം ആരംഭിക്കുമ്പോൾ അവിടെ ജനാധിപത്യമാണ് അപകടാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്.